ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആതിര. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തനി നാടൻ രുചി എന്നൊക്കെ പറയാറില്ലേ, അതുപോലത്തെ ഒരു വിഭവമായിട്ടാണ് ഗോതമ്പ് ഓട്ടട. ഗോതമ്പ് ഓട്ടട വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു നുള്ള ഉപ്പും അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ പരുവത്തിൽ കട്ടിപ്പരുവം ആവണ്ട, അധികം വെള്ളപ്പരുവം ആവണ്ട. നമുക്ക് ഇലയിലൊന്ന് പരത്തിയെടുക്കാൻ പറ്റണം, അത്ര മതി. 4 ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കിത് വാഴയിലയിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ വാട്ടിയെടുത്ത വാഴയിലാണ് പരത്തുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ ഇല കിട്ടാനില്ല. അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് വാട്ടിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. വ്യത്യാസമൊന്നുമില്ല, പച്ചില കിട്ടണമെങ്കിൽ അതിൽ പരത്തിയാൽ മതി. രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. പരത്തിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് തേങ്ങ ചിരകിയതും ശർക്കര ചുരണ്ടതും കൂടി ഇട്ട് കൊടുത്തിട്ട് മടക്കി വെച്ചിട്ട് ഓടിൽ ചുട്ടെടുക്കുക. ഞാനിവിടെ ഓട്ടപ്പോള ചുടുന്ന ഓടിലാണ് ചുട്ടെടുക്കുന്നത്. ദോശച്ചട്ടിയിലും പാനിലും ചുട്ടെടുക്കാൻ ഓടില്ലെങ്കിൽ, പക്ഷേ ഓടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓടിൽ തന്നെയാണ്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ചൂടാകുന്ന സമയത്ത് ഇലയുടെയും ഓടിൻ്റെയൊക്കെ മണം വരുമ്പോൾ അടക്കം നല്ല ടേസ്റ്റാണ്. ഓട് നല്ലോണം ചൂടായി വരുമ്പോൾ പരത്തി വെച്ച അട അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് സമയം വേണ്ട, ഗോതമ്പ് ആയതുകൊണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്നതാണ്. ഒരു വശം വെന്ത് വരുന്ന സമയത്ത് ഇല കുറച്ച് ഇളകി വരും. പിന്നെ ഒരു ഇലേൻ്റെ മണവും ഓടിൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം വെന്ത് കഴിഞ്ഞു എന്ന്. ഇതുപോലെ ഇളകി വരും. എന്നിട്ട് മറ്റേ സൈഡും കൂടി 2-3 മിനിറ്റിന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഈസി അല്ലേ ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഥവാ നിങ്ങൾക്ക് രാവിലെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി തേങ്ങ ചുരണ്ടിയും ശർക്കര ചുരണ്ടിയിട്ടും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. രാവിലെ അത് പരത്തിയതിന് ശേഷം ഇതിലിട്ടിട്ട് ചുട്ടെടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.